യുവേഫ നേഷൻസ് ലീഗിൽ തുടർച്ചയായ രണ്ടാം ജയവുമായി പോർച്ചുഗൽ. ലിസ്ബണിൽ സ്കോട്ട്ലൻഡിനെ 2-1 പോർച്ചുഗൽ പരാജയപ്പെടുത്തിയത്. ബെഞ്ചിൽ നിന്ന് വന്ന് 88-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മാസായി മാറി. കഴിഞ്ഞ മത്സരത്തിലും ഗോൾ കണ്ടെത്തിയ റോണോ ഇതോടെ തന്റെ കരിയറിലെ ഗോൾ സമ്പാദ്യം 901 ഉയർത്തുകയും ചെയ്തു. കളി തുടങ്ങി 7-ാമത്തെ മിനിറ്റിൽ തന്നെ സ്കോട്ട്ലൻഡ് ലീഡെടുത്തു. കെന്നി മക്ലീൻ തൊടുത്തുവിട്ട ഒരു ലോങ് റേഞ്ചറിന് പിഴവ് കൂടാതെ തലവെച്ച സ്കോട്ട് മക്ടോമി പോർച്ചുഗലിനെ ഞെട്ടിച്ചു സ്കോട്ട്ലൻഡിനെ മുന്നിലെത്തിച്ചു. ഗോൾ വീണ പോർച്ചുഗൽ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നിരവധി മുന്നേറ്റങ്ങളിലൂടെ സ്കോട്ട്ലൻഡ് ഗോൾ മുഖം വിറപ്പിച്ചെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. സ്കോട്ട്ലൻഡ് ഗോൾ കീപ്പർ ആംഗസ് ഗണ്ണിന് പക്ഷേ കളിയുടെ 54-ാം മിനിറ്റ് വരെ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പോർച്ചുഗൽ താരം റാഫേൽ ലിയോ നൽകിയ മനോഹരമായ ഒരു പാസ് ബ്രൂണോ ഫെർണാണ്ടസ് സ്കോട്ട്ലൻഡ് പോസ്റ്റിന്റെ മൂലയിലേക്ക് അടിച്ചു കയറ്റിയതോടെ പോർച്ചുഗൽ സമനില നേടിയെടുത്തു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ആർക്കും ഗോളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമനിലയിൽ പിരിയുമെന്ന് തോന്നിച്ച മത്സരമാണ് ഒടുവിൽ കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ റൊണാൾഡോ പറങ്കിപ്പടയുടെ രക്ഷകവേഷം അണിഞ്ഞത്. 88-ാമത്തെ മിനിറ്റിൽ നൂനോ മെൻഡസ് നൽകിയ അസിസ്റ്റിൽ നിന്നും പോർച്ചുഗൽ ക്യാപ്റ്റൻ റൊണാൾഡോ ടീമിന്റെ വിജയ ഗോൾ നേടി. ഇതോടെ 2 കളിയും ജയിച്ച പോർച്ചുഗൽ 6 പോയിന്റോടെ 1-ാം സ്ഥാനത്തുമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.